അങ്ങനെ നമ്മുടെ ആദിലും നൂറും പ്യുവർ ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ടോണ്ടിരിക്കുകയാണ്. ടോക്സിക് ആണെന്ന് പ്രൂവ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. കാരണം ഇപ്പൊ ഇവരെല്ലാരും ഹൗസ് മേറ്റ്സ് ഒക്കെ തിരിച്ചു വന്നപ്പോ വരുന്നവരും പോകുന്നവരും ഒക്കെ അനുവിനിട്ട് കൂട്ടുന്നത്. പക്ഷെ കൂടെ നടന്ന് ഇവളുടെ അടുത്ത് എന്റെ ഹാർട്ട് ഭദ്രമായിരിക്കും, സുരക്ഷിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലാസ്റ്റ് എപ്പിസോഡിൽ ഹാർട്ടൊക്കെ കൊടുത്ത ആൾക്കാരാണ് ആദിലും നൂറയൊക്കെ. പക്ഷെ ബിൻസി വന്നതോടുകൂടി ആദിലും നൂറയും തനി സ്വഭാവം പുറത്തെടുത്തു. ബിൻസിനെ പറ്റി അനു പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടിട്ടില്ല എപ്പിസോഡിലൊന്നും. സോ അത് ബിൻസിയോട് തന്നെ ചെന്ന് പറയേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു ആദിലേക്ക്. സോ ഷീ ഓൾറെഡി, ഞാനൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ലാസ്റ്റ് എപ്പിസോഡ് വരെ എത്തിയത് എന്നുള്ളത്. കാരണം ഒരു കോണ്ടന്റും തന്നിട്ടില്ല, ബേബി കളിച്ച് നടന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്. ആൻഡ് ഓൾസോ ബിഗ് ബോസ് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. PR ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ഒരു ടോപ്പ് 5ലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഫിനാലെ എപ്പിസോഡ് വരേണ്ട വരെ ആൾക്കാരൊന്നും അല്ല. കാരണം ആര്യൻ, ഒനീല്, പിന്നാരാ ഇടയ്ക്ക് വേറെ ആരോ വിക്റ്റായി പോയില്ലോ, വേദലക്ഷ്മി, ഇവരൊക്കെ കുറച്ചുകൂടെ കോണ്ടന്റ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ ആദിലും നൂറയും എന്ത് കോണ്ടന്റ് ആണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ബേബി കളിച്ച് നടന്നു എന്നല്ലാതെ. ഇപ്പം ബിഗ് ബോസിന്റെ ഭാഗത്ത് കുറെ പാർഷ്യാലിറ്റിയും ബയസ്റ്റും ആണ് ബിഗ് ബോസ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മണ്ടന്മാരാക്ക ഓഡിയൻസിനെ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാല്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കട്ടപ്പ, എനിക്ക് സത്യം പറഞ്ഞാല് ജീവിതത്തിൽ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവരുത് കേട്ടോ. കൂടെ നടന്നിട്ട് പിന്നാലെ വന്ന് കുത്ത. ശൈത്യം അതൊക്കെ തന്നെയല്ലേ ചെയ്തത്. നമ്മളൊക്കെ കണ്ട ശൈത്യം എന്തൊക്കെ കിടന്ന് അവിടെ മെഴുകിയാലും ശൈത്യം ചെയ്തത് നമ്മളെല്ലാരും കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് എന്താ മനസ്സിലാവത്തെന്നാണ്. മിണ്ടാതെ അനുവിനെ വിട്ടിരുന്നെങ്കിൽ അനുവിന് ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ കേസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അനുവിന് അത്യാവശ്യം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് അനുവിന്റെ ഗ്രാഫ് കുത്തനെ അങ്ങ് കയറാനാ പോകുന്നത്. അനുവിനെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇനിയിപ്പൊ എത്രയൊക്കെ ആരൊക്കെ വോട്ട് ചെയ്താലും ജനങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും അനുവിനുണ്ട്. എസ്പെഷ്യലി ഇവര് വന്ന് കുത്തുമ്പോ ഉണ്ടല്ലോ, ദ വേ അനു റെസ്പോണ്ടഡ്, അത് വളരെ ബോൾഡായിട്ടാണ് അനു ഫേസ് ചെയ്തത്. അതും വളരെ നല്ല ഇമ്പാക്ട് ആണ് അനുവിന് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ, നമുക്കൊരിക്കലും ഇല്ലേ അതിലും നൂറനെ പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള റിയൽ കട്ടപ്പാസ് ആണ് അവര്. അങ്ങനത്തെ ഫ്രണ്ട്സ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടായാലുണ്ടല്ലോ നമ്മുടെ ജീവിതം കട്ടപ്പോകാം.